ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് സ്വാഗതം. 2024 ഒക്ടോബർ മാസം മുതൽ നമ്മുടെ മാർക്കറ്റിൽ ആരംഭിച്ച ഡൗൺവേർഡ് ട്രെൻഡിൽ ധാരാളം സ്റ്റോക്കുകൾ മൂക്കും കുത്തി വീണതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ റീസെൻറ്റ് ഹൈയിൽ നിന്നും ഏകദേശം 50% താഴോട്ടേക്ക് പോയിട്ട് ഇൻവെസ്റ്റേഴ്സിന് വമ്പിച്ച നഷ്ടങ്ങൾ നൽകിയ 1000-ലധികം സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവയിൽ കൂടുതലും ഫണ്ടമെൻ്റലി വീക്കായ സ്റ്റോക്കുകളാണ്, എന്നാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു 1000-ലധികം സ്റ്റോക്കുകളിൽ 500 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതും അവയിൽ നമ്മൾ മൈക്രോ ക്യാപ്പ് സ്റ്റോക്കായിട്ടുള്ള ആന്ധ്ര സിമെൻറ്റ് തുടങ്ങിയിട്ട് അതുപോലെ ഒരു ലാർജ് ക്യാപ്പ് സ്റ്റോക്കായിട്ടുള്ള അദാനി ഗ്രീൻ വരെ 1,41,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള അദാനി ഗ്രീൻ വരെ അടക്കം ഏകദേശം 300ഓളം സ്റ്റോക്കുകൾ നമുക്ക് ഇത്തരത്തിൽ 500 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിലവിൽ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 50%-ലധികം ക്രാഷ് ചെയ്ത സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ 300ഓളം സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അഥവാ Q3 റിസൾട്ടുകളിൽ ഇയർ ഓൺ ഇയറിലായാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലായാലും അതിൻ്റെ സെയിൽസിലും പ്രോഫിറ്റിലും നെഗറ്റീവ് റിസൾട്ട് കൊണ്ടുവന്ന 50ഓളം സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഫിൽട്ടർ ചെയ്ത ആ 50 സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന Q4 റിസൾട്ട് വളരെ നിർണായകമാകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം തുടർച്ചയായ ക്വാർട്ടറുകളിൽ നെഗറ്റീവ് റിസൾട്ടുകൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റോക്കിൻ്റെ ബിസിനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചനയാണത്. ആ 50 സ്റ്റോക്കുകളിൽ ഹൈ ട്രേഡിംഗ് വോളിയം കാണിക്കുന്ന അതേപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള 10 സ്റ്റോക്കുകൾ അതിൻ്റെ ഒരു ബിസിനസ് പെർഫോമൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വിലയിരുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണുന്ന സ്റ്റോക്ക് ഓല ഇലക്ട്രിക് ആണ്. ഇത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്ത ഈ ഒരു കമ്പനി ഈ 2 വീലർ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാണ രംഗത്ത് ഏകദേശം 31% മാർക്കറ്റ് ഷെയറുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ പ്രൈസ് 158 എന്ന ലെവൽ വരെ പോയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കറണ്ട് പ്രൈസ് 50ആണ്. അതായത് അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 68% ഇത് ക്രാഷ് ആയിട്ടുള്ളത്. അപ്പോൾ Q3യിൽ ഇവർ പ്രസിദ്ധീകരിച്ച റിസൾട്ട് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ റിസൾട്ടിനോടനുബന്ധിച്ച് പറഞ്ഞത് ശക്തമായ കോമ്പറ്റീഷൻ കാരണം ഇവരുടെ പ്രൈസിങ് പവർ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഗവൺമെൻറ് EV വെഹിക്കിളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ്സ് അത് കുറച്ചതും ഇവർക്ക് തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. അതായത് 10,000 രൂപയായിരുന്നു ഇൻസെൻറ്റീവായി കൊടുത്ത് അതിപ്പോൾ 5,000 ആയിട്ട് കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും ഇവർ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകളിലൂടെയും അതുപോലെ ഇവരുടെ സർവീസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടും കൂടാതെ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടും ഒക്കെ ബിസിനസ് ഇമ്പ്രൂവ് ആകുമെന്നാണ് അന്നത്തെ ആ ഒരു മാർക്കറ്റ് ഗൈഡൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഇവരുടെ പുതിയ Q4 റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ കോപ്പർ നിർമ്മാണ രംഗത്തെ ആദ്യത്തെ ഒരു PSU കമ്പനിയാണ്. അപ്പോൾ കോപ്പറിൻ്റെ മൈനിങ് മുതൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ കോപ്പർ ഒരു സെല്ലബിൾ പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. 416 എന്നുള്ള ലെവലിൽ ഉണ്ടായിരുന്ന അതിൻ്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 200 എന്ന ലെവലിലാണ്. അതായത് ഹൈയിൽ നിന്ന് 52% ഇത് താഴോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ Q3യിൽ ഇവർ പ്രസിദ്ധീകരിച്ച റിസൾട്ട് വളരെ മോശമായിരുന്നു. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ റിസൾട്ട് മോശമായുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് മാർക്കറ്റിലുള്ള ഓവർ സപ്ലൈ ആണ്. അപ്പോൾ അത് ഈ ഡൊമസ്റ്റിക് പ്രൈസിനെ ബാധിക്കുന്നുണ്ട്, കൂടാതെ ഇവരുടെ പ്രോഫിറ്റിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു എബിറ്റ മാർജിൻസ് കുറഞ്ഞു വരികയും കൂടാതെ ഇവരുടെ എക്സ്പെൻസസ് കൂടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അത് ഇവരെ പ്രോഫിറ്റബിലിറ്റി ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവരുടെ കോളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു Q4 റിസൾട്ടും നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള നാറ്റ്കോ ഫാർമ എന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ ഫിനിഷ്ഡ് ഡോസേജ് ഫോർമുലേഷൻസ് അതുപോലെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അതുപോലെ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഇങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള എല്ലാ മേഖലയിലും ബിസിനസ്സുള്ള ഒരു കമ്പനിയാണ് നാറ്റ്കോ ഫാർമ. 1639 എന്നുള്ള ഹൈയിൽ നിന്നും അതിപ്പോൾ 776 എന്ന ലെവലിലാണ് വന്നിട്ടുള്ളത്. ഇത് ഹൈയിൽ നിന്ന് ഏകദേശം 52% ഒരു തകർച്ചയാണത്. അപ്പോൾ ഇവരുടെ ഒരു Q3 റിസൾട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു മോശം നമ്പേഴ്സാണ് കാണിച്ചത്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ആ റിസൾട്ടിനോടനുബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള ഗൈഡൻസിൽ അവർ FY26 കൃത്യമായ ഒരു ഗൈഡൻസ് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ US പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലക്ക് ഇവരുടെ ഏർണിങ്സിൻ്റെ കൃത്യമായ ഒരു പിക്ചർ കിട്ടാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണമെന്നാണ് അന്നത്തെ ഗൈഡൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ Q4 പെർഫോമൻസ് അത് മാർക്കറ്റ് ടൈമിങ്ങും അതുപോലെ ഇവരുടെ വോളിയം പ്രൊഡക്റ്റ് എത്രമാത്രം അലോക്കേഷൻ US കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക എന്നുകൂടി അവിടെ സൂചിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു സ്റ്റോക്ക് HFCL ആണ്. ഇവർ ടെലികോം സെഗ്മെന്റിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. പ്രത്യേകിച്ച് ഒപ്റ്റിക്കൽ ഫൈബർ അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്.
ഇതിൻ്റെ ഹൈ 171 എന്ന ലെവലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 76 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഹൈയിൽ നിന്ന് ഏകദേശം 55% ഒരു കറക്ഷനാണ് ഇപ്പോൾ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒരു Q3 റിസൾട്ടും വളരെ മോശമായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഒരു പ്രോഫിറ്റബിലിറ്റി കുറയാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാർക്കറ്റിൽ ഇവരുടെ ആ ഒരു ഗ്രോത്തിനെ തടയിടുന്നത് പ്രധാനമായിട്ടും ഈ റൂറൽ മാർക്കറ്റുകളിലേക്കുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സ്പാൻഷൻ വളരെ സ്ലോ ആയിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ മാർജിൻസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 50% മാർജിൻസ് റിഡക്ഷൻസ് ആണ് ഇതിൻ്റെ ഫൈബർ കേബിൾ മേഖലയിൽ എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു കാരണം. അപ്പോൾ ഏതായാലും ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ടുകൾ തീർച്ചയായിട്ടും അടുത്ത ക്വാർട്ടറിൽ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് റിലാക്സോ ഫുട്വെയർസ് ആണ്. ഫുട്വെയർ സെഗ്മെൻറ്റിലുള്ള ഈ ഒരു കമ്പനി ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫുട്വെയർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. 888 എന്നുള്ള പ്രൈസിൽ നിന്ന് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാണുന്നത് 918 എന്ന ലെവലാണ്. അതിൻ്റെ ഐയിൽ നിന്ന് 53% ഇത് താഴത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു Q3 റിസൾട്ട് അത്ര പ്രോമിസിങ് ആയിരുന്നില്ലെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ മാർക്കറ്റിലെ വീക്ക് ഡിമാൻഡ് കാരണം കൺസ്യൂമേഴ്സൊക്കെ ലോവർ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലേക്ക് പോവുകയും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ കൂടുതലായിട്ട് കൺസ്യൂമേഴ്സ് ആശ്രയിക്കുകയും ചെയ്തതാണ് ഇവരുടെ പ്രോഫിറ്റിനെ ബാധിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇവർ അഗ്രസീവായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയുള്ള ഡിസ്കൗണ്ട് സെയിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റുകളുടെ ഒരു എൻഹാൻസ്മെൻറ്റിലൂടെയും അതിൻ്റെ ഒരു പ്രീമിയമൈസേഷനിലൂടെയൊക്കെ അതിജീവിക്കുമെന്നാണ് ഇവരുടെ ഗൈഡൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് അടുത്ത ക്വാർട്ടറിൽ നമുക്ക് വാച്ച് ചെയ്യാം. അടുത്തൊരു സ്റ്റോക്ക് ചിറ്റഗാർ റെയിൽ സിസ്റ്റംസ് ആണ്. ഫ്രൈറ്റ് വാഗൺസ്, അതുപോലെ പാസഞ്ചർ കോച്ചസ്, മെട്രോ ട്രെയിൻസ്, ട്രെയിൻ ഇലക്ട്രിക്കൽ, സ്റ്റീൽ കാസ്റ്റിങ്സ് തുടങ്ങിയ റെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന ഈ ഒരു കമ്പനി ഡൊമസ്റ്റിക് മാർക്കറ്റ് കൂടാതെ എക്സ്പോർട്ട് മാർക്കറ്റിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ വാഗൺ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി 25 മുതൽ 30% വരെ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ചിറ്റഗാർ റെയിൽ സിസ്റ്റം. ഇത് 1897 എന്നുള്ള പ്രൈസ് ലെവലിൽ നിന്നും ക്രാഷ് ആയിട്ട് ഇപ്പോൾ 747 എന്ന ലെവലാണ് കാണാൻ കഴിയുക. ഏകദേശം 60% ഒരു കറക്ഷനാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ Q3 റിസൾട്ടിൽ ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിസൾട്ട് ടോട്ടലി നെഗറ്റീവാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഇവർ കോൺകോൾ നോട്ട്സിലൊക്കെ പറയുന്നത് ഇവരുടെ പ്രൊഡക്ഷനിൽ ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതായത് വീൽ സെറ്റ്സ് അവൈലബിൾ അല്ലാത്തത് കാരണം ഇവരുടെ റെയിൽ വീൽ ഫാക്ടറിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സെയിൽസ് കുറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ എബിറ്റ മാർജിൻ ഏകദേശം 10% ആണെങ്കിൽ അത് ഒരു 13 to 15% അടുത്ത ക്വാർട്ടറിൽ ഇമ്പ്രൂവ് ആവുമെന്നാണ് അവർ പ്രോമിസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതായാലും അടുത്ത റിസൾട്ട് വാച്ച് ചെയ്യാം. അടുത്തൊരു സ്റ്റോക്ക് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഷിപ്പിംഗ് കമ്പനിയാണിത്. ഇപ്പോൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫ്ലീറ്റ്സ് ഉള്ള ഈ ഒരു ഷിപ്പിംഗ് കമ്പനിക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ കൂടാതെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനും അടക്കമുള്ള ഒരു ബിസിനസ്സിലാണ് ഇവരുള്ളത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 172 ആണ്. 385 എന്നുള്ള ലെവലിൽ നിന്നാണ് ഈ ഒരു ലെവലിലേക്ക് താഴത്തേക്ക് വന്നത്. ഏകദേശം 55% ക്രാഷാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ Q3 ഇവർ പ്രസിദ്ധീകരിച്ച റിസൾട്ട് ടോട്ടലി ഒരു നിരാശപ്പെടുന്ന ഒരു റിസൾട്ടായിരുന്നു. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ കമ്പനിയുടെ ഡീമേർജർ അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ നോൺ കോർ ബിസിനസ്സുകൾ ഇവരുടെ മെയിൻ ബിസിനസ്സിൽ നിന്നും മാറ്റുകയാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കുറേ സെയിൽസ് നടക്കേണ്ടതുണ്ട്. അത് ഡിലേ ആയതാണ് ഇവരുടെ പ്രോഫിറ്റിനെയൊക്കെ ബാധിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ ക്വാർട്ടറിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അടുത്തൊരു സ്റ്റോക്ക് ടൺല പ്ലാറ്റ്ഫോം ലിമിറ്റഡ് ആണ്. ഇത് ഗ്ലോബലായിട്ടുള്ള അപ്ലിക്കേഷൻ ടു പേഴ്സൺ അഥവാ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജിങ് പ്രൊവൈഡറാണ്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ കസ്റ്റമറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. 1086 എന്നുള്ള ഹൈ പ്രൈസിൽ നിന്ന് ഇപ്പോൾ 484 എന്നുള്ള പ്രൈസിലേക്ക് താഴ്ത്തു വന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്ന് 55% ക്രാഷിലാണുള്ളത്. ഇവരുടെ ആ ഒരു കഴിഞ്ഞ ക്വാർട്ടറിൽ പ്രസിദ്ധീകരിച്ച Q3 ടോട്ടലി നെഗറ്റീവാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് OTT സ്പേസിൽ വലിയ തോതിലുള്ള പ്രൈസ് വാർ നടക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി അത് ബാധിച്ചിട്ടുണ്ടെന്നും കൂടാതെ വാട്സപ്പ് പോലെയുള്ള ഗ്ലോബൽ ലെവൽ കമ്മ്യൂണിക്കേഷനിൽ ഈ ലോക്കൽ ഇൻഫ്ലുവൻസ് വളരെയധികം ലിമിറ്റഡ് ആകുന്നുണ്ട് എന്നും കൂടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് എത്രമാത്രം സ്റ്റെബിലൈസ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നടത്താൻ കമ്പനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് ഗ്രോത്ത് ഗൈഡൻസ് ഇവരുടെ കോൺകോളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ മാനേജ്മെൻറ്റ് കോൺഫിഡൻ്റ് ആണ്. അവർ പറയുന്നത് ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എന്തായാലും ഇവർ പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ അച്ചീവ് ചെയ്യുമെന്നാണ്. ഏതായാലും നമുക്ക് അടുത്ത ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. അടുത്തത് ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. 2023 അവസാന മാസങ്ങളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഒരു കമ്പനി ഒരു മൈക്രോ ഫൈനാൻസ് രംഗത്തുള്ള കമ്പനിയാണ്.
മൈക്രോ റീറ്റെയിൽ കോർപ്പറേറ്റ് ബാങ്കിങ് പാരാ ബാങ്കിങ് അങ്ങനെ ബാങ്കിങ് സർവീസ് രംഗത്തുള്ള ഈ ഒരു കമ്പനി അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നമ്മൾ കാണുന്നത് 27 രൂപ റേഞ്ചിലാണ്. 64 രൂപ വരെ അതിൻ്റെ ഹൈ ഉണ്ടായിരുന്നു. അപ്പോൾ 58% ഒരു തകർച്ചയാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ച Q3 റിസൾട്ട് അത്ര ആകർഷകമായിരുന്നില്ല, നെഗറ്റീവായിരുന്നു. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ മൈക്രോ ഫൈനാൻസ് രംഗം വലിയ തോതിലുള്ള ചാലഞ്ചിലൂടെ കടന്നു പോവുകയാണ്. കാരണം നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ അൺസെക്യൂർഡ് ലോണുകൾ കൊടുത്തതിൻ്റെ പേരിൽ ധാരാളമായിട്ട് വെല്ലുവിളികൾ നേരിടുകയാണ് മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള എല്ലാ ബാങ്കുകളും. അപ്പോൾ ഇവരുടെ കോൺകോളിൽ പറയുന്നത് ഇവരൊരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുമെന്നാണ്. സെക്യൂർഡ് അസറ്റുകൾ അതിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ലോങ് ടേം ഫൈനാൻഷ്യൽ ലോണുകൾ മാത്രം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചേഞ്ച് ഇവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരുമെന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഏതായാലും എത്രമാത്രം ഈ ക്വാർട്ടറിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും Q4 റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അടുത്ത സ്റ്റോക്ക് മിസ്റ്റാൻ ഫുഡ്സ് ആണ്. റീറ്റെയിലേഴ്സ് ധാരാളമായിട്ട് ട്രാപ്പിലാകപ്പെട്ട ഒരു സ്റ്റോക്കാണ് മിസ്റ്റാൻ ഫുഡ്സ്. ഈ റൈസും അതുപോലെ വീറ്റ് പോലെയുള്ള ഫുഡ് പ്രൊഡക്ട്സുകൾ അതുകൂടാതെ പ്രീമിയം ബസ്മതി റൈസ് അതുപോലെ റൈസിൻ്റെ പല വെറൈറ്റികളുമൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് മിസ്റ്റാൻ ഫുഡ്സ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 4 രൂപ റേഞ്ചിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. 20 രൂപയിൽ നിന്നാണ് ഈ രീതിയിൽ ഏകദേശം 76% ഒരു ക്രാഷ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ Q3 റിസൾട്ടും മോശമായിരുന്നു, അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് കൂടാതെ ഇവരുടെ ബിസിനസ് ഡൗൺ ആയുള്ള കാരണം അത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇവരുടെ കോർപ്പറേറ്റ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും അതുപോലെ ഫ്രോഡ് ആക്ടിവിറ്റീസുള്ള ട്രാൻസാക്ഷൻസും ഒക്കെ ഇവർ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്ന ഒരു കമ്പനിയാണ് മിസ്റ്റാൻ ഫുഡ്സ്. കമ്പനി ഈ ഒരു ആരോപണങ്ങളൊക്കെ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് മോശമായത് കാരണമാണ് ഇതിൽ ഇത്ര വലിയ ക്രാഷ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അടുത്ത ക്വാർട്ടറിൽ ഇതിൻ്റെ റിസൾട്ട് ഇമ്പ്രൂവ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കൂടാതെ ഈ കമ്പനി സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുകൂടി നമ്മൾ പാരലായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ പരാമർശിച്ച 10 കമ്പനികൾ മാത്രമല്ല വേറെയും ധാരാളം കമ്പനികൾ നമുക്ക് ഈ രീതിയിൽ ക്വാർട്ടർലി റിസൾട്ട് മോശമായതും എന്നാൽ ഈ ക്വാർട്ടർ അതിൽ എത്രമാത്രം ഇമ്പ്രൂവ് ആണെന്ന് പരിശോധിക്കേണ്ട കമ്പനികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ ഇയർ ഓൺ ഇയറിലായാലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലായാലും നെഗറ്റീവ് ഫിഗേഴ്സ് കാണിച്ച കമ്പനികൾ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലോ പ്രോഫിറ്റിലോ ഒക്കെ ഒരു ഫിഗറിലെങ്കിലും പോസിറ്റീവ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. ഇതൊരിക്കലും ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടേതായ റിസർച്ച് നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.